നമസ്കാരം. നടൻ ടിനി ടോം നിത്യഹരിത നായകൻ പ്രേം നസീറിനെതിരെ നടത്തിയ പരാമർശം അതിരുവിട്ടതാണെന്ന ആക്ഷേപം ശക്തമാണ്. ടിനി ടോം എല്ലാം മാറ്റി പറഞ്ഞിരിക്കുകയാണ്. സിനിമാ സംഘടനകളുടെ നടപടി ഭയന്നാണ് നിത്യഹരിത നായകൻ പ്രേം നസീറിനെതിരെ നടത്തിയ പരാമർശം ടിനി ടോം പിൻവലിക്കുന്നത്. പ്രേം നസീറിനെ കുറിച്ച് താൻ നടത്തിയ പരാമർശം സീനിയർ താരം പങ്കുവെച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലെന്നാണ് നടൻ ടിനി ടോം പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം കൈമലർത്തുകയാണെന്നും തന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നതായും ടിനി പറയുന്നു. മണിയൻപിള്ള രാജുവാണിത് പറഞ്ഞതെന്ന് മമ്മി സെഞ്ചുറിയോട് ടിനി പ്രതികരിച്ചുവെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. ഇത് മണിയൻപിള്ള പരസ്യമായി തള്ളിപ്പറഞ്ഞു. ഇതിന് പിന്നാലെ ടിനി ടോം കൂടുതൽ ഒറ്റപ്പെട്ടു. താരസംഘടനയായ അമ്മയിൽ പരാതി എത്തുമെന്നും ഉറപ്പായി. ഇതോടെയാണ് ടിനി നിലപാട് മാറ്റിയതും ഖേദപ്രകടനം നടത്തിയതും. പ്രേം നസീർ താരപദവി നഷ്ടപ്പെട്ട് അവസരങ്ങൾ കിട്ടാതെ മനസ്സ് വിഷമിച്ചാണ് മരിച്ചതെന്ന ടിനി ടോമിന്റെ വാക്കുകളാണ് വിവാദമായത്. എന്നാൽ നസീർ വിവാദത്തിൽ ഖേദപ്രകടനം നടത്തിയില്ലെങ്കിൽ അവസരങ്ങൾ കിട്ടാത്ത അവസ്ഥ വരുമെന്ന് ടിനിയും തിരിച്ചറിഞ്ഞു. ഇതാണ് ഖേദപ്രകടനമായി മാറുന്നത്. ഖേദപ്രകടനമുണ്ടായ സാഹചര്യത്തിൽ സിനിമാ സംഘടനകളൊന്നും ടിനി ടോമിനെതിരെ നടപടിയെടുക്കില്ല. മലയാള സിനിമയിലെ ഇതിഹാസമാണ് പ്രേം നസീർ. അദ്ദേഹത്തെ ആരാധിക്കുന്ന വ്യക്തിയാണ് താൻ. നസീർ സാറിനെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. ഒരു സീനിയർ പറഞ്ഞ കാര്യമാണ് പങ്കുവച്ചത്. ഇപ്പോൾ അദ്ദേഹം കൈമലർത്തുകയാണ്. അഭിമുഖത്തിലെ ഭാഗം ചുരണ്ടിയെടുത്ത് തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നുവെന്നും ടിനി ടോം പറയുന്നു. സിനിമകളില്ലാതായതോടെ പ്രേം നസീർ എല്ലാ ദിവസവും മേക്കപ്പ് ഇട്ട് വീട്ടിൽ നിന്നിറങ്ങി അടൂർ ഭാസിയുടെയും ബഹദൂറിന്റെയും വീട്ടിൽ പോയിരുന്ന് കരയുമായിരുന്നു എന്നാണ് ടിനിയുടെ പരാമർശം. ഇതിനെതിരെ ചലച്ചിത്ര മേഖലയിലുള്ളവരും പ്രേം നസീറിന്റെ ആരാധകരും രംഗത്തെത്തിയിരുന്നു. പ്രേം നസീറിന്റെ ആരാധകർ നിയമ നടപടിയും ആലോചിച്ചിരുന്നു. അതിനിടെ സീനിയറിന്റെ പേര് പറയാത്ത ടിനിയുടെ ഭീരുത്വവും ചർച്ചയായിട്ടുണ്ട്. പ്രേം നസീറിനെ കുറിച്ച് നടത്തിയ വിവാദ പരാമർശത്തിലെ സംഭവങ്ങൾ തന്നോട് പറഞ്ഞത് മണിയൻപിള്ള രാജുവാണെന്ന് ടിനി ടോം അവകാശപ്പെട്ടതായി സംവിധായകൻ ആലപ്പി അഷ്റഫ് വെളിപ്പെടുത്തിയിരുന്നു. തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലാണ് ആലപ്പി അഷ്റഫ് ഇക്കാര്യം പറഞ്ഞത്. മണിയൻപിള്ള രാജുവിന്റെ പ്രതികരണം തേടി ആലപ്പി അഷ്റഫ് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. മണിയൻപിള്ള രാജുവും ആലപ്പി അഷ്റഫും തമ്മിലെ ഫോൺ സംഭാഷണമാണ് യൂട്യൂബിൽ പ്രസിദ്ധീകരിച്ചത്. മണിയൻപിള്ള രാജുവിനോട് ആലപ്പി അഷ്റഫ് ടിനി ടോം പറഞ്ഞ കാര്യം വെളിപ്പെടുത്തുന്ന വീഡിയോയാണ് പങ്കുവച്ചത്. മമ്മി സെഞ്ചുറിയുടെ അടുത്ത് ടിനി ടോം പറഞ്ഞത് മണിയൻപിള്ള രാജു എനിക്ക് പറഞ്ഞു തന്നതാണെന്നാണ്. ആ വോയിസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് മണിയൻപിള്ള രാജുവിനോട് ആലപ്പി അഷ്റഫ് പറഞ്ഞത്. എന്നാൽ ടിനി ടോമിന്റെ വാദം മണിയൻപിള്ള രാജു തള്ളുന്നുണ്ട്. ഇവനും നസീർ സാറിനെ കണ്ടിട്ട് പോലുമില്ല. നസീർ സാറിൻ്റെ കൂടെ 10-15 സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുള്ള ആളാണ്. ഞാൻ ഇത്രയും ദൈവതുല്യനായ ആളെ ഞാൻ അതിന് മുൻപോ ശേഷമോ കണ്ടിട്ടില്ല. ടിനി ടോം മണ്ടത്തരങ്ങൾ പറഞ്ഞ് വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട്. എന്തിനിങ്ങനെ ഇത്രയും മഹാനായ ആളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു? അവന് ഭ്രാന്താണെന്ന് തോന്നുന്നു തലയ്ക്കകത്തെന്നായിരുന്നു മണിയൻപിള്ള രാജുവിന്റെ മറുപടി. ഇതോടെയാണ് ടിനി ഖേദപ്രകടനം നടത്തുന്നത്. അപ്പോഴും പേര് പറയാതെ മണിയൻപിള്ള രാജുവിനെ കുറ്റപ്പെടുത്തുന്നു. തൽക്കാലം ആ പേര് നടൻ പറയില്ല. നസീർ സാറിനെ ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. സീനിയർ തന്ന ഇൻഫർമേഷനാണ്. ഇപ്പോൾ അദ്ദേഹം കൈമലർത്തുന്നുണ്ട്, അല്ലാതെ അന്തരീക്ഷത്തിൽ നിന്നും ആവാഹിച്ചെടുത്തതല്ല. കേട്ട ഇൻഫർമേഷൻ വെച്ച് ഷെയർ ചെയ്തു. അതൊരിക്കലും മോശപ്പെടുത്താനോ അവഹേളിക്കാനോ ആയിരുന്നില്ല എന്നായിരുന്നു ടിനി ടോമിന്റെ പ്രതികരണം. ഇതിനിടെയാണ് മണിയൻപിള്ള രാജു എതിർത്തത്. ഇവനൊന്നും നസീർ സാറിനെ കണ്ടിട്ടില്ല. നസീർ സാറിന്റെ 10-15 സിനിമകൾ അദ്ദേഹത്തിനൊപ്പം അഭിനയിച്ചിട്ടുണ്ട് എന്നും ദൈവതുല്യനായ ആളെപ്പോലെയാണ് താൻ അദ്ദേഹത്തെ കാണുന്നതെന്നും മണിയൻപിള്ള രാജു പറഞ്ഞ് രംഗത്ത് വന്നതോടുകൂടി ടിനി ടോം ഒറ്റപ്പെടുകയായിരുന്നു.